നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ അണിനിരത്തി അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPIM ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കം. തൃശൂരിലെ പരാജയത്തിൽ സ്വയം വിമർശനവുമായി CPIM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി ചൊവ്വല്ലൂർ വീട്ടിൽ കുര്യനാണ് മരിച്ചത്. അപകടം ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ചൂണ്ടൽ കുന്നത്തേക്കുള്ള റോഡിന് സമീപം ഞായറാഴ്ച രാവിലെ 7 മണിയോടെ. കുന്നംകുളത്ത് നടന്നുവന്നിരുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിഥേയരായ തൃശൂരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി. ദേശീയ മത്സരം ഏപ്രിൽ 7 മുതൽ പോണ്ടിച്ചേരിയിൽ. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ഗജസംഗമത്തിൽ ആവേശമുഖരിതമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50ഓളം ഗജവീരന്മാർ അണിനിരന്നു. വിശദമായ വാർത്തയിലേക്ക്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ അണിനിരത്തി അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2019 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം UDFന്റെ സഖ്യകക്ഷികളായി. കോൺഗ്രസ് ഉപഭോക്താവായി ലീഗിനെ കൂടി ചേർത്ത് പ്രവർത്തിച്ചു. അവർ ഇപ്പോഴും ഈ 2 വിഭാഗത്തെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി ഉപതെരഞ്ഞെടുപ്പും വന്നപ്പോഴും ഇതേ രീതി തന്നെയാണ് കണ്ടത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ 86,000ഓളം വരുന്ന വോട്ടുകൾ മറിച്ചുകൊടുത്തു. ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ BJPക്ക് അനുകൂലമായി ലഭിച്ചു. 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു. കോൺഗ്രസിന് അധികാരത്തിലെത്തണമെങ്കിൽ വർഗീയ ശക്തികളുടെ പിന്തുണ കൂടിയേ തീരുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. 2019 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം UDFന്റെ സഖ്യകക്ഷിയായി, കോൺഗ്രസ് ഗുണഭോക്താവായി, ഈ ലീഗിനെ കൂടി ചേർത്ത് അവരിപ്പോഴും ഈ 2 വിഭാഗത്തെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് തന്നെയാണ് കണ്ടത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ 86,000 വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ ലഭിച്ചത്. 86,000 വോട്ട്. 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു. നമ്മുടെ പാലക്കാട് ഈ തൃശ്ശൂരിലെ അനുഭവമാണ്. നമുക്ക് 16,228 വോട്ട് കൂടുതൽ കിട്ടി. അത് മാത്രം കിട്ടിയാൽ മതിയോ എന്ന് വേറെ പരിശോധിക്കണം. പക്ഷേ അവർക്ക് 86,000 വോട്ട് പോയി, 74,000 വോട്ട് ജയിച്ചു. ഞാൻ ഡൽഹി തെരഞ്ഞെടുപ്പിൽ നഗരസഭ ടൗൺഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ UP ജോസഫ്, മുരളി പെരുന്നെല്ലി MLA, KV നഫീസ, അഡ്വക്കേറ്റ് KR വിജയ, UR പ്രദീപ് MLA എന്നിവരടങ്ങിയ പ്രസീഡിയം 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളന നടപടികൾ നിയന്ത്രിക്കും. സമ്മേളനവേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി അംഗവുമായ NR ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ചന്ദ്രശേഖരൻ രക്തസാക്ഷി പ്രമേയവും KK രാമചന്ദ്രൻ MLA അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചതിനു ശേഷം ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് പൊതുചർച്ചയും ആരംഭിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ തോമസ് ഐസക്, AK ബാലൻ, PK ശ്രീമതി, KK ശൈലജ ടീച്ചർ, എളമരം കരീം, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ PK ബിജു, M സ്വരാജ്, പുത്തലത്ത് ദിനേശൻ തുടങ്ങി നേതാക്കളുടെ വൻനിരയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 17 ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 392 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 434 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 11 വൈകിട്ട് 5 ചെറുവത്തൂർ ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിൽ റെഡ് വളണ്ടിയർ പരേഡും ബഹുജന റാലിക്കും ശേഷം ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം സ്വയം വിമർശനവുമായി CPIM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്.
ബി.ജെ.പിയുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് ജില്ലാ സെക്രട്ടറി എം. വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷമുള്ള 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സ്വയം വിമർശനത്തോടെയാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. കരുവന്നൂർ ബാങ്ക് അഴിമതി ജില്ലാ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. നേതാക്കളുടെ ജാഗ്രതക്കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. SFI, DYFI സംഘടനകൾ സജീവമല്ലെന്നും കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാനാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലിയിൽ നിന്ന് പല നേതാക്കളും വ്യതിചലിക്കുന്നതായും റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ചു. 17 ഏരിയ കമ്മിറ്റികൾക്ക് 5.5 മണിക്കൂറാണ് പൊതുചർച്ചയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തിങ്കളാഴ്ചയും തുടരും. ചർച്ചകൾക്ക് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി നൽകും. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ആഹ്വാനം ചെയ്ത് CPIM ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം കേന്ദ്ര ബജറ്റിലൂടെയും പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ട വയനാട് പാക്കേജിന്റെയും പേരിൽ കേരളത്തെ അപമാനിക്കുന്ന കേന്ദ്ര മന്ത്രിമാരുടെ നിലപാടിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചതെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ AC മൊയ്തീൻ MLA, KV അബ്ദുൽ ഖാദർ, TK വാസു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് നികുതികളിലൂടെ ഗണ്യമായ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറാകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിട്ടുള്ള കേരളത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് തഴയുകയാണ്. കേരളത്തിന് അർഹമായ നികുതി വിഹിതം അനുവദിക്കുന്നില്ല. ബജറ്റിൽ പുതിയ പദ്ധതികളൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് വലിയ തോതിൽ മാനവ വിഭവശേഷിയുടെ പ്രവാഹം, അതിൻ്റെ റെമിറ്റൻസ് നൽകുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്നില്ല എന്നുള്ളത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. സമ്മേളനത്തിൽ തൃശൂരിലെ പരാജയവും കരുവന്നൂർ ബാങ്ക് അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി നേതാക്കൾ പറഞ്ഞു. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിപ്പോകുക എന്നതാണ് പാർട്ടി നയം. കരുവന്നൂരിൽ തെറ്റുകാരെ പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് പാർട്ടി സ്വീകരിച്ചത്. വയനാട് കോൺഗ്രസ് ഭരണം നടത്തുന്ന ബാങ്കിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതാണ് രണ്ടു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. കരുവന്നൂരിൽ ഇളക്കിമറിച്ച് അന്വേഷണം നടത്തിയ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൊടകര കുഴൽപ്പണക്കേസിൽ നിസ്സംഗരായത് കാണാതെ പോകരുത്. കരുവന്നൂർ വിഷയം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ വേട്ടയാടാൻ ഉപയോഗപ്പെടുത്തിയതാണെന്ന് ആർക്കറിയാത്തത്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. കരുവന്നൂർ കേസ് മാത്രമല്ലല്ലോ, മറ്റു ചില കേസുകൾ കൂടി അന്വേഷിക്കുന്നില്ലേ? BJPയുടെ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുണ്ടായല്ലോ. BJPയുടെ ഓഫീസ് സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, ചാക്കുകളിലാണ് പണം കൊണ്ടുവന്നത് ഞങ്ങളുടെ ഓഫീസിൽ വെച്ചത്, ഞാനത് കൊണ്ടുപോകുന്നത് കണ്ടതാണ്. ആ കേസിന്റെ അന്വേഷണത്തിൽ ED എന്താണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ BJPയുടെ ഗവൺമെന്റിന്റെ അതിന്റെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികൾ നടത്തിയ ഒരു കൊള്ള, അതിന്റെ ഉറവിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും EDയുടെ അന്വേഷണത്തിലില്ല. ED രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ചാക്കിൽ കെട്ടി ഓഫീസിൽ പണം എത്തിച്ചുവെന്ന് BJP ജില്ലാ ഓഫീസ് സെക്രട്ടറി മൊഴി കൊടുത്തിട്ടും EDക്ക് അനക്കമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. മറ്റു വാർത്തകളിലേക്ക്. ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചു പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി ചൊവ്വല്ലൂർ വീട്ടിൽ കുര്യനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ചൂണ്ടൽ കുന്നത്തേക്കുള്ള റോഡിന് സമീപം ഞായറാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. തുടർന്ന് ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റ കുര്യനെ മുളങ്കുന്നത്ത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ ഉച്ചയോടെയാണ് അന്ത്യം സംഭവിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മേരി ഭാര്യയും മെജോൺ, മെബിൻ എന്നിവർ മക്കളുമാണ്. പാതിവില തട്ടിപ്പ്. അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇടനിലക്കാരായ ഏജൻസിക്കെതിരെ പെരുമ്പടപ്പ് പോലീസിൽ പരാതി പ്രവാഹം. നിരവധി പേരാണ് പരാതിയുമായി എത്തിയത്. 20ഓളം പരാതികളാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ച എത്തിയത്. സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ, തയ്യൽ മെഷീനുകൾ, ലാപ്ടോപ്പ്, കോഴിക്കൂട്, സ്കൂൾ കിറ്റുകൾ എന്നിവ പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് പരാതിയുമായി സ്ത്രീകളടങ്ങുന്ന സംഘം സ്റ്റേഷനിലെത്തിയത്. ആദ്യം രജിസ്ട്രേഷൻ ഫീസായി 2400 രൂപയും പിന്നീട് ഇവർ ഒറ്റത്തവണയായും പലതവണയായും
ഓർഡർ ചെയ്തതിന്റെ സാധനങ്ങളുടെ പാതി വില നൽകിയിട്ടുണ്ട്. ഇതിനായി അഡ്മിൻ ഓൺലൈനായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. മാറഞ്ചേരിയിലെ ഒരു പ്രമുഖ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇവർ പണം അയച്ചിരുന്നത്. അനന്തുകൃഷ്ണന്റെ അറസ്റ്റ് പുറത്തുവന്നപ്പോൾ പണം നൽകിയവർ ഏജൻസിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ മുടക്കിയ സംഖ്യ പോകില്ല എന്നും വസ്തുക്കളോ അല്ലെങ്കിൽ അടവ് സംഖ്യയോ തിരിച്ചു നൽകുമെന്നാണ് ഇടനിലക്കാരൻ അറിയിച്ചതെന്ന് ഇവർ പറയുന്നു. പകുതി വിലക്ക് ഗൃഹോപകരണങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഓരോ മെസ്സേജ് വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പകുതിയായിട്ടുള്ള മാറഞ്ചേരിയിലുള്ള ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 22,000 രൂപ, ഞാൻ 44,000 AC അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 22,000 രൂപ അടച്ച്. പിന്നീടാണ് ആൾ പറയുന്നത് മാർച്ചിൽ കിട്ടില്ല, മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴാവും നമുക്ക് ലഭിക്കുക. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീടാണ് മാധ്യമങ്ങളോട് ഞങ്ങൾ അറിഞ്ഞത് ഇതിൻ്റെ കോർപ്പറേഷനിലുള്ള ആൾ അറസ്റ്റിലായി എന്നുള്ളതും. അഡ്വക്കറ്റിനോട് അന്വേഷിച്ചപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങളെ ക്യാഷ് പോവില്ല, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പൈസ നമുക്ക് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് എപ്പോൾ തരുമെന്നോ എന്ന് കിട്ടും അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മളടുത്ത് പറയുന്നില്ല. എന്നാൽ മാർച്ചിൽ തരുമെന്ന് പറഞ്ഞത് പിന്നീട് തീയതി മാറ്റി മെയ് മാസം അവസാനം തരുമെന്ന് പറഞ്ഞ് ഉറപ്പുകൾ നീട്ടിക്കൊണ്ടുപോയതോടെയാണ് പരാതി ഉയർന്നത്. കുട്ടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, ഇതെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇല്ല, ഈ നിലവിലെ കേൾക്കുന്ന വാർത്തകളുമായിട്ട് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു പദ്ധതിക്ക് നമുക്ക് വേണ്ട സാധനത്തിനുള്ള ഫണ്ട് നമ്മൾ കൈമാറിയത് ഒരു നിർബന്ധപൂർവ്വം ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഇത് ലഭിക്കില്ല എന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് പൈസ അടയ്ക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പോൾ ഇതൊരു കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. തൃശൂർ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പ്രഖ്യാപിച്ചു. നിയമനത്തിന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അനുമതി നൽകിയതായി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ K മുരളീധരന്റെ തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ജോസ് വള്ളൂർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. പിന്നീട് പാലക്കാട് MP VK ശ്രീകണ്ഠന് താൽക്കാലിക ചുമതല നൽകിയിരുന്നു. 3 മാസത്തെ താൽക്കാലിക ചുമതലയിലായിരുന്നു VK ശ്രീകണ്ഠനെ DCC പ്രസിഡന്റാക്കിയത്. കോൺഗ്രസിന് ഏറെ പ്രധാനപ്പെട്ട ചേലക്കര ഉപതെരഞ്ഞെടുപ്പടക്കം താൽക്കാലിക പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് നേരിട്ടത്. കുന്നംകുളത്ത് നടന്നുവന്നിരുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിഥേയരായ തൃശൂരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി. വാശിയേറിയ ആൺകുട്ടികളുടെ കലാശപ്പോരിൽ കോഴിക്കോടിനെ 47-നെതിരെ 63 പോയിന്റ് സ്വന്തമാക്കിയാണ് നിലവിലെ ജേതാക്കളായ തൃശൂർ കിരീടം നിലനിർത്തിയത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴ തിരുവനന്തപുരത്തെ 59-58 എന്ന സ്കോറിന് തോൽപ്പിച്ച് 3-ാം സ്ഥാനം നേടി. ആൺകുട്ടികളിൽ ലഭിക്കാതെ പോയ കിരീടം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് സ്വന്തമാക്കി. ആലപ്പുഴയെ ഏകപക്ഷീയമായി തകർത്താണ് കോഴിക്കോടിന്റെ വിജയ കിരീടം. 25-നെതിരെ 50 പോയിന്റ് നേടിയാണ് വിജയം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ കൊല്ലത്തെ തോൽപ്പിച്ച് 3-ാം സ്ഥാനം നേടി. സ്കോർ 55-50. ആൺകുട്ടികളുടെ വിഭാഗം വിജയികൾക്ക് ലെജൻഡ്സ് ബാസ്കറ്റ്ബോൾ ക്ലബ് ട്രോഫിയും പെൺകുട്ടികളുടെ വിഭാഗം വിജയികൾക്ക് കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് ട്രോഫിയും സമ്മാനിച്ചു. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, സംസ്ഥാന ബാസ്കറ്റ്ബോൾ സെക്രട്ടറി ശശിധരൻ, സംസ്ഥാന ബാസ്കറ്റ്ബോൾ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ആജീവനാന്ത പ്രസിഡന്റ് PJ സണ്ണി എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. ദേശീയ മത്സരത്തിനുള്ള കേരള ടീമിനെ ഈ ടൂർണമെന്റിൽ നിന്നും തെരഞ്ഞെടുത്തു. ഏപ്രിൽ 7 മുതൽ 14 വരെ പോണ്ടിച്ചേരിയിലാണ് ദേശീയ മത്സരം. പുന്നൂർ പഞ്ചായത്ത് ഭരണസമിതി ആലാപാലം ശ്മശാനത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ആധുനിക വാതക ശ്മശാനത്തിന് സ്മൃതിപഥം എന്ന പേര് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. പഞ്ചായത്തിലെ മരണാനന്തര സഹായ സമിതികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ലഭിച്ച വിവിധ നിർദ്ദേശങ്ങളിൽ നിന്നാണ് സ്മൃതിപഥം എന്ന പേര് തെരഞ്ഞെടുത്തത്. 1,25,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 6 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ആധുനിക വാതക ശ്മശാനം നാടിന് സമർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുവാൻ അനുവദിക്കരുതെന്ന PTA കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം PTA അംഗങ്ങൾ രംഗത്തെത്തി. ബഡ്സ് സ്കൂളിനെതിരെ PTAയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതവും ഭിന്നശേഷി കുട്ടികളോടുള്ള വെല്ലുവിളിയുമാണെന്ന് മുൻ PTA പ്രസിഡന്റും നിലവിലെ കമ്മിറ്റി അംഗവുമായ NP അജയൻ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും കുടുംബശ്രീയും ചേർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ ഭിന്നശേഷി കുട്ടികൾക്കായി എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കാണ് ബഡ്സ് സ്കൂൾ. PTA പ്രസിഡന്റും SMC ചെയർമാനും
ഒരു വിഭാഗം കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരും ചേർന്ന് പദ്ധതി രാഷ്ട്രീയ പ്രേരിതമായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് മെമ്പർ കൂടിയായ NP അജയൻ ആരോപിച്ചു. ഭിന്നശേഷി കുട്ടികളും സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഇടകലർന്നാൽ ഇവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും നിലവിലെ കുട്ടികളുടെ പഠനത്തെയും കലാകായിക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും എന്നുമുള്ള വാദങ്ങൾ തികച്ചും തെറ്റാണ്. തൊട്ടടുത്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റ് സ്കൂളുകളിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ചാണ് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ ചുറ്റുമതിലോടുകൂടി ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. സ്കൂളിലെ സ്ഥലം നഷ്ടപ്പെടുമെന്നുള്ള വാദവും തെറ്റാണെന്നും ഭിന്നശേഷി കുട്ടികളെ പുറമ്പോക്ക് ഭൂമിയിൽ കൊണ്ടുപോയി പാർപ്പിക്കണമെന്ന PTA ഭാരവാഹികളുടെ നിലപാട് മനുഷ്യത്വരഹിതമാണെന്നും ഭിന്നശേഷി കുട്ടികൾക്കെതിരെയുള്ള അവഗണനയ്ക്കെതിരെ ജനങ്ങൾ മുന്നോട്ടു വരണമെന്നും PTA അംഗങ്ങളായ NP അജയൻ, KK അസീസ്, അശ്വതി രാഗേഷ്, വിനീത രതീഷ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെ മരത്തടികൾ കയറ്റിവരികയായിരുന്ന ലോറി അപകടത്തിൽപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുവശങ്ങളിലെയും സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരത്തടികളുമായി പോകുകയായിരുന്നു ലോറി. ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിനിടെ ലോറിയുടെ വലതുവശം ചെരിയുകയായിരുന്നു. അയിനിപ്പുള്ളിയിലെ പാലം നിർമ്മാണത്തിനായുള്ള സ്ലാബ് മതിലിലേക്ക് ലോറി ചെരിഞ്ഞതുകൊണ്ട് വൻ അപകടം ഒഴിവായി. ലോറിയിലെ മരത്തടികൾ മാറ്റിയാൽ മാത്രമേ ലോറി ഇവിടെ നിന്നും നീക്കം ചെയ്യാനാകൂ. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ഗജസംഗമത്തിൽ ആവേശമുഖരിതമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50ഓളം ഗജവീരന്മാർ അണിനിരന്നു. ഞായറാഴ്ച രാവിലെ 5-ന് ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകങ്ങൾ, മലർനിവേദ്യം, ഗണപതി ഹോമം, മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. 6-ന് നടപ്പറ ചൊരിയൽ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. ഗജവീരൻ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ തിടമ്പേറ്റി. ഉച്ചയ്ക്ക് 3 മണി മുതൽ 25 പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളുടെ പൂരങ്ങളുടെ വരവ് ആരംഭിച്ചു. വൈകിട്ട് 5-ന് വെള്ളുതിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ പാണ്ടിമേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പേരുകേട്ട 47 ഗജവീരന്മാർ അണിനിരന്നു. 6 മണിക്ക് പരമ്പരാഗത വേലവരവുണ്ടായി. 6:30 മുതൽ ദീപാരാധന, മേലേക്കാവിൽ വേല, നടക്കൽപ്പറ, വെളിച്ചപ്പെടൽ, കേളി, നിറമാല, ചുറ്റുവിളക്ക് മുതലായവ നടന്നു. 7:30-ന് ഗാനമേള ഉണ്ടായി. രാത്രി 12-ന് തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുമുണ്ടാകും. തിങ്കളാഴ്ച പുലർച്ചെ 1-ന് കോതമംഗലം മനക്കിൽ നിന്നും പറയെടുപ്പ് പള്ളിത്താലത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. 2-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. 5-ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. രാവിലെ 6:15-ന് മേലേക്കാവിൽ താലം തെളിയിക്കൽ, ഗുരുതി, കൂറവലി, ചാത്തൻതറയിൽ കലശം എന്നിവയോടുകൂടി ഈ വർഷത്തെ ചീരംകുളം ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം സമാപിക്കും. പൂരാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്തു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. എരനെല്ലൂർ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. കൊന്തമാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടന്നു. തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പ്, കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുമുണ്ടായി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യം അരങ്ങേറി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 7-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുമുണ്ടായി. ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികനായി. ഇടവകാംഗമായ ഫാദർ ബേബി ഷെപ്പേർഡ് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലൂവിസ് രാജ് സഹകാർമ്മികനായി. വൈകിട്ട് 4-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. ബാൻഡ് വാദ്യത്തിൻ്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. തുടർന്ന് ബാൻഡ് വാദ്യവും വർണ്ണമഴയും അരങ്ങേറി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ ആന്റണി ചെറുവത്തൂർ, സണ്ണി മേക്കാട്ടുകുളം, ജോസഫ് തരകൻ, ജനറൽ കൺവീനർ മാർട്ടിൻ പനക്കൽ എന്നിവർ നേതൃത്വം നൽകി. പുതുശ്ശേരി ശ്രീ അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ നട തുറക്കലിനെ തുടർന്ന് നിർമ്മാല്യ ദർശനം, ഉഷപൂജ, നടക്കൽപ്പറ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പുതുശ്ശേരിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ 4 മണിയോടുകൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിത്തുടങ്ങും. 5:30-ന് പാണ്ടിമേളത്തോടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും.
6:20 ദീപാരാധനയും 7 മണിക്ക് നടക്കൽ പറയുമുണ്ടാകും. 8 മണിക്ക് താങ്കോലപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നുള്ള പറ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് അത്താഴപൂജയ്ക്ക് ശേഷം തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയെ തുടർന്ന് രാത്രി 10-ന് നടക്കൽ പഞ്ചവാദ്യം അരങ്ങേറും. പൂരാഘോഷങ്ങൾ ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി തുടങ്ങിയവർ നേതൃത്വം നൽകും. KM മാണി കർഷക സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കിടങ്ങൂർ പാടശേഖരത്തിലെ 3 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. കേരള യൂത്ത് ഫ്രണ്ട് M നിയോജക മണ്ഡലം പ്രസിഡന്റ് KB ബജീഷ് കൺവീനറായ സമിതിയാണ് KM മാണി കർഷക പദ്ധതി 3 വർഷം മുമ്പ് ആരംഭിച്ചത്. കേരള കോൺഗ്രസ് M ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ പച്ചക്കറി വിത്ത് നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടി ചോവനൂർ മണ്ഡലം പ്രസിഡന്റ് AI കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് NM, സിജോ ചുങ്കത്ത്, CF യേശുദാസ്, സഞ്ജു PK, കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകൻ അവാർഡ് ജേതാവ് അഭയ്ദേവ്, കർഷകരായ ബാലകൃഷ്ണൻ KC, സുബ്രഹ്മണ്യൻ KK എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10:30-ന് തദ്ദേശ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമിച്ച് ചേർന്നപ്പോൾ സാധ്യമായതാണ്. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചാൽ അതിന് വഴി കണ്ടെത്താൻ പ്രയാസമില്ല എന്നാണത് കാണിക്കുന്നത്. പൗലോ കൊയ്ലോയുടെ ഒരു വാചകമുണ്ട്, അതിതീവ്രമായി നിങ്ങളൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടത്താൻ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഗൂഢാലോചന നടത്തും എന്നാണ്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനം CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് സഹയാത്രയ്ക്ക് കൈമാറി. തുടർന്ന് സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ K ജയരാജ് ചാലിശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാമെന്ന പുസ്തകം സൊലേസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് സിൽജ, SK തങ്ങൾ, ദിനേശൻ എറവക്കാട്, അജയൻ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് 3-ന് നടന്ന പുസ്തക ചർച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് പള്ളുരുത്തി, ഷാജി തലോറ, മുസ്തഫ തോരപ്പ, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാദ്യസദസ്സിൽ കലാമണ്ഡലം ചന്ദ്രന്റെ പഞ്ചവാദ്യവും മനോജ് കല്ലടത്തൂരിന്റെ തായമ്പകയും അരങ്ങേറി. തുടർന്ന് നടക്കുന്ന നൃത്തസന്ധ്യയിൽ കോഴിക്കോട് ഡാൻസ് കമ്പനിയുടെ സൂഫി നൃത്തവും എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന സംഗീത നിശയുമുണ്ടായി. 9,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 3 നിലകളിലായാണ് ചാലിശ്ശേരി കൂറ്റനാട് റോഡിൽ വട്ടത്താണിയിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി സെന്റർ, ട്രെയിനിംഗ് സെന്റർ, ഡേ കെയർ ഹാൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 15 പേർക്കുള്ള സൗജന്യ കിടത്തി ചികിത്സയും 10 OPയുമാണ് ഒരുക്കിയിട്ടുള്ളത്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ 30 പേർക്ക് കിടത്തി ചികിത്സ സാധ്യമാകും. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ TA രണദിവേ, C പ്രേമരാജൻ, O ഗോവിന്ദൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിൽ സഹയാത്ര വളണ്ടിയർമാരുടെ സന്നദ്ധ പ്രവർത്തനം കയ്യടി നേടി. ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വളണ്ടിയർമാർ കൈത്താങ്ങായി മാറി. M കൃഷ്ണപ്രസാദ്, ജിനു കൗക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ 100ഓളം അംഗങ്ങളാണ് സേവനം ഒരുക്കിയത്. എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഭക്ഷണം എത്തിക്കുന്നതിലും ഇവർ മുന്നിൽ നിന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്വിദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. 16 വാർഡുകളിൽ നിന്ന് 30 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ക്യാമ്പിൽ വിവിധ പൂക്കളുടെ നിർമ്മാണമാണ് പരിശീലിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ബൗദ്ധിക മണ്ഡലത്തെ വികസിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൃശൂർ കിലയിലെ ഫാക്കൽറ്റി VS ഉണ്ണികൃഷ്ണൻ പരിശീലനം നൽകി. ക്യാമ്പിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ PM അബു, ഷാലി ചന്ദ്രശേഖരൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, സലീജ ഷമീർ, സരസ്വതി അജയൻ എന്നിവർ സംസാരിച്ചു. പുന്നൂർകുളം ആൽത്തറ കുണ്ടനി ശ്രീ ദണ്ഡൻസ്വാമി ക്ഷേത്രത്തിൽ വേല മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫെബ്രുവരി 2 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും നടത്തിയത്.
2-ാം തീയതി ഞായറാഴ്ച രാവിലെ 5:30 നട തുറക്കൽ, ഗണപതി ഹോമം തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് ശേഷം കൊടിയേറ്റവും വൈകിട്ട് 6:30 മുതൽ മേളത്തോടുകൂടി നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും പരൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് നാട്ടുതാലവും ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വേലമഹോത്സവം വരെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു. 8-ന് വേലമഹോത്സവ ദിവസം വിശേഷാൽ പൂജകളും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടായി. പ്രതിഷ്ഠാദിനം വേലമഹോത്സവം പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശാന്തി ബാലൻ തണ്ടേങ്ങാട്ടിൽ നേതൃത്വം നൽകി. വൈകിട്ട് 6 മണിക്ക് 14ഓളം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാദസ്വരം, നിലക്കാവടി, പൂക്കാവടി, പ്രാചീന കലാരൂപങ്ങൾ, ഗരുഡൻപറ, കരിങ്കാളി, തിറ എന്നിവ വിവിധ മേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ഐശ്വര്യ കലാവേദിയുടെ 36ാമത് വാർഷികോപഹാരം, കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിച്ച മിഠായിത്തെരുവ് എന്ന നാടകവും അരങ്ങേറി. രാത്രി 12 മണിയോടുകൂടി 18ാം കർമ്മത്തോടുകൂടി വേലമഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്രം പ്രസിഡന്റ് KM പ്രകാശൻ, ജനറൽ സെക്രട്ടറി MG സുരേഷ്, ട്രഷറർ CV പ്രസാദ്, ഓഫീസ് സെക്രട്ടറി ഹരിഹരൻ തോട്ടുപുറത്ത് തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന 2ാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ ക്വാർട്ടർ മത്സരം നടന്നു. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ GCC ചാലിശ്ശേരി ഫ്രണ്ട്സ് ചങ്ങരംകുളവുമായി ഏറ്റുമുട്ടി. ഫെബ്രുവരി 1-ന് മന്ത്രി MB രാജേഷാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, കോർഡിനേറ്റർമാരായ ശ്രീരാഗ് അമ്പാടി, AM ഇക്ബാൽ, ട്രഷറർ ജിജു ജേക്കബ്, GCC ഭാരവാഹികളായ റോബർട്ട് തമ്പി, CV മണികണ്ഠൻ, നൌഷാദ് മുക്കൂട്ട, മഹാത്മാ ചെയർമാൻ ബാബു നാസർ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം മേഖലയിലെ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞു. കർഷകരുടെ പ്രതീക്ഷയായിരുന്ന വൈക്കോൽ കെട്ടുകൾ ആവശ്യക്കാരില്ലാതെ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ഏറെ യാതനകൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തും കൃഷിയിറക്കിയ കർഷകരുടെ ഏറെ പ്രതീക്ഷയായിരുന്നു വൈക്കോൽ കച്ചവടം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ യന്ത്രം ഉപയോഗിച്ച് കെട്ടുകളാക്കിയാണ് വൈക്കോൽ ആവശ്യക്കാർക്ക് നൽകിയിരുന്നത്. ഇത്തരത്തിൽ കെട്ടുകളാക്കുന്നതിന് കെട്ടൊന്നിന് 30 രൂപയാണ് യന്ത്ര ഉടമകൾ ഈടാക്കുന്നത്. ഇതിനു പുറമെ കയറ്റിറക്ക് കൂലി, വാഹനക്കൂലി എന്നീനത്തിൽ വേറെയും ചിലവുകൾ വരും. ഇവ സൂക്ഷിക്കുന്നതിന് സ്ഥലവും വേണ്ടിവരും. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പല കർഷകരും പാടശേഖരങ്ങളിൽ വെച്ചു തന്നെ വിപണനം നടത്തുകയാണ് പതിവ്. മുൻവർഷങ്ങളിൽ കെട്ടൊന്നിന് 150 രൂപ മുതൽ 200 രൂപ വരെ കിട്ടിയിരുന്ന മുണ്ടകൻ സീസണിലെ വൈക്കോൽ നിലവിൽ 65 രൂപ മുതൽ 100 രൂപ വരെയുള്ള നിരക്കിലാണ് നൽകുന്നത്. ഈ വിലയ്ക്കും എടുക്കാൻ ആളില്ലാതെയാണ് വൈക്കോൽ കെട്ടുകൾ പാടശേഖരങ്ങളിൽ കിടക്കുന്നത്. കൊയ്ത്തിനുശേഷം നെല്ലിൻ്റെ തുക ലഭിക്കാൻ കാത്തിരുന്ന കർഷകർക്ക് കുറച്ച് ആശ്വാസമായിരുന്നു വൈക്കോൽ കച്ചവടം. വൈക്കോലിനെ ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. തിരൂർ, വളാഞ്ചേരി മേഖലകളിലേക്കും പേപ്പർ, പ്ലൈവുഡ് നിർമ്മാണത്തിനും കൊണ്ടുപോയിരുന്ന വൈക്കോലിന് ഇതുവരെയായിട്ടും ആവശ്യക്കാർ എത്തിയിട്ടില്ല. പുഞ്ച വൈക്കോലിനെ അപേക്ഷിച്ച് ഉണക്കം കൂടുതലുള്ള മുണ്ടകൻ വൈക്കോലാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനെടുക്കുന്നത്. വൈക്കോൽ യഥേഷ്ടം കൊണ്ടുപോയിരുന്ന കർഷകർ ക്ഷീരമേഖലയിൽ നിന്ന് അകന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കെട്ടുകളാക്കിയ വൈക്കോൽ ഇനി എവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കടപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് പുന്തിരുത്തിയിൽ കട്ടവിരിക്കൽ പൂർത്തീകരിച്ച പത്തായം റോഡ് നാടിന് സമർപ്പിച്ചു. 4-ാം വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹാൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം വകയിരുത്തിയാണ് 60 മീറ്റർ നീളത്തിലും 9 അടി വീതിയിലും റോഡിന്റെ കട്ടവിരിക്കൽ പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ കരാറുകാരൻ ബിജുവാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി മുഖ്യാതിഥിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, പഞ്ചായത്ത് അംഗം സുനിത പ്രസാദ്, ആശാവർക്കർ സുലൈഖ, മുഹമ്മദ് ഇക്ബാൽ, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് സ്വാഗതവും വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി BV ശിവപ്രസാദ് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ അഷ്ടപതിയോടെയാണ് കൊടിയേറ്റം നടന്നത്. വെള്ളിയാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. അതുവരെ ക്ഷേത്രത്തിൽ ദിവസവും വിശേഷാൽ പൂജകൾ.
ചുറ്റുവിളക്ക്, ഭഗവതി, കളംപാട്ട് എന്നിവയുണ്ടാകും. താലപ്പൊലി ദിവസം ഉച്ചയ്ക്ക് വാദ്യ പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള മേളത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 4:30 നടക്കൽ പറ നടക്കും. 5 മണിയോടെ ദേശപൂരങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. ക്ഷേത്രം ഭാരവാഹികളായ മുന്നേനി വിജയൻ നായർ, കണ്ണൻ അയ്യപ്പത്ത്, PB ഹരീഷ്, സുകുമാരൻ കലാനിലയം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി പൗലോസ് ക്ലാസ് നയിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷനായിരുന്നു. ഫാദർ മാത്യൂസ് കെ ബർസോമ, ആൽവിൻസ് കെ വിൽസൺ എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിൽ ഭദ്രാസന തലത്തിലും സോണൽ തലത്തിലും നടന്ന പാഠ്യ മത്സരങ്ങളിലെ വിജയികളെയും മത്സര പരീക്ഷകളിൽ A+ ഗ്രേഡ് കരസ്ഥമാക്കിയവരെയും സൺഡേ സ്കൂൾ വിജ്ഞാനിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാരോൺ KCയെയും പുരസ്കാരം നൽകി അനുമോദിച്ചു. സൺഡേ സ്കൂൾ ഡയറക്ടർ KC ലോഫ്സൺ സ്വാഗതവും സൺഡേ സ്കൂൾ സെക്രട്ടറി സ്റ്റീഫൻ പുലിക്കോട്ടിൽ നന്ദിയും പറഞ്ഞു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ പൂരത്തോടനുബന്ധിച്ച് വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര കമ്മിറ്റിയുടെ നോട്ടീസ് പ്രകാശനവും വിതരണ ഉദ്ഘാടനവും നടന്നു. ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസൻ അയ്യർ പൂജിച്ച ബ്രോഷർ കുതിര കമ്മിറ്റി സെക്രട്ടറി ബാബു നാരായണൻ സിനിമാ താരം ജോബി പാലായ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. രക്ഷാധികാരി PN അനിൽ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സുധിൻ, ട്രഷറർ സജിത്ത് എന്നിവർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്തിന് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശകുതിര കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തലക്കോട്ടുകര അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ CCA ഫെസ്റ്റും എക്സ്പ്ലോറയും കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ ശീതങ്കൻ തുള്ളൽ അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബാൻഡ്, കരാട്ടെ, ഡാൻസ്, യോഗ, സ്കേറ്റിംഗ്, മ്യൂസിക്, പിയാനോ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ കുട്ടികൾ പ്രകടനം കാഴ്ചവെച്ചു. LKG, UKG വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫാഷൻ ഷോ കൗതുകമുണർത്തി. വിദ്യാർത്ഥികളിലെ സർഗാത്മക വാസനകൾ ആവിഷ്കരിക്കാനൊരുക്കിയ എക്സ്പ്ലോറ 25 വേറിട്ട അനുഭവമായി. ചിത്രരചന, ഫാബ്രിക് പെയിന്റിംഗ്, ക്രാഫ്റ്റ്, റോബോട്ടിക്സ്, ഔഷധ സസ്യങ്ങൾ എന്നീ സ്റ്റാളുകളുടെ പ്രദർശനം നടന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളും സ്കൗട്ട്സ്, ഗൈഡ്സ്, കേഡറ്റുകളും ചേർന്ന് നടത്തിയ രുചിക്കൂട്ട് CCA ഫെസ്റ്റിന് മാറ്റുകൂട്ടി. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും വിവിധ ക്ലബ്ബുകളിൽ ഉന്നത വിജയം നേടിയവർക്കും സമ്മാനങ്ങൾ നൽകി. CCA പരിശീലനം നൽകുന്ന അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. 2024 അധ്യയന വർഷത്തിലെ ക്ലാസ് അസംബ്ലി മനോഹരമാക്കിയ KG വിഭാഗം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, PTA പ്രസിഡന്റ് ഡോക്ടർ പ്രതീഷ് PG, ഗവേഷക ശ്യാമ ശശിധരൻ, സ്കൂൾ ലീഡർ എഷൽ ലൂവിസ് ജെയ്സൺ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഡാർലി BK, CCA കോർഡിനേറ്റർ ജെസ്സി സേവിയർ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് 2024-25 വർഷത്തെ കോളേജ് ഡേ വിപുലമായ പരിപാടികളോടെ ക്യാമ്പസിൽ ആഘോഷിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ J. ഫരീദ, വൈസ് പ്രിൻസിപ്പാൾ TA ആരിഫ് എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥിനിക്കുള്ള അംഗീകാരമായ ബെസ്റ്റ് അൻസാരിയ അവാർഡ് 3ാം വർഷ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനി TP ഫാത്തിമ റിയ ഏറ്റുവാങ്ങി. ഡിസോൺ മത്സരങ്ങളിൽ സമ്മാനാർഹമായ ഇനങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു. തുടർന്ന് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പവിത്ര പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ അരങ്ങേറി. നാടക ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്കിറ്റ് അവതരണം ശ്രദ്ധേയമായി. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ പുതിയ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെ ഏറ്റവും ചെറിയ ദേവാലയമായ എരുമപ്പെട്ടി സെന്റ് ജോർജ് ഇടവകയുടെ ചിരകാല അഭിലാഷമായ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മുൻ വികാരിമാരായ ജോസഫ് തോലത്ത്, TP ഗീവർഗീസ്, ലുക്ക് ബാബു, മത്തായി OIC എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം PK പ്രജോദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം ഐജു, ഇടവക സെക്രട്ടറി MM ഗിരീഷ്, ഇടവക ട്രസ്റ്റി ബിജു, സമീപ ഇടവകയിൽ നിന്നുള്ള ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പുതിയ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ചുമതല തമ്പി പുലിക്കോട്ടിലിനെ മെത്രാപ്പൊലീത്ത ഏൽപ്പിച്ചു. ഓഡിറ്റോറിയം യാഥാർത്ഥ്യമാകുന്നതിന് സഹകരിക്കുന്ന രാജു പെരിങ്ങോടും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു.
ഗുരുവായൂർ നഗരസഭ വാർഡ് 1 തൊഴിയൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിതകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ 8ാം വാർഡ് കൗൺസിലർ രഹിത പ്രസാദ് മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ അധ്യക്ഷനായി. ഒരു ഗ്രാമത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റംപാട്ട് അനുഷ്ഠാന കലകളിൽ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലമുള്ള പ്രധാന കണ്ണിയാണ്. ജാതീയ ആചാരങ്ങൾ ദുർബലമായപ്പോൾ നവകാലഘട്ടത്തിൽ കാവുകൾക്ക് ഈ കല അന്യമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റത്തിന് വിധേയമായ ഈ കാലഘട്ടത്തിൽ വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാരങ്ങൾ തെറ്റാതെയുള്ള തോറ്റംപാട്ട് അവതരണം പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി. ദേവീയ യാത്രയുടെ കഥ പറയുന്ന തോറ്റംപാട്ട് ഇന്ന് കാവുകൾക്ക് അന്യമാവുകയാണ്. കിഴക്കോരു വെള്ളപ്പനാട് എന്ന സ്വർഗത്തിൽ നിന്നും അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന ദേവിമാരുടെ കഥകളാണ് അതാത് ദേശങ്ങളിലെ നാട്ടുത്സവത്തിൽ തോറ്റംപാട്ടായി അവതരിപ്പിച്ചിരുന്നത്. തോറ്റംപാട്ട് പല കാവുകളിൽ നിന്നും അപ്രത്യക്ഷമാകുകയോ ലോപം സംഭവിക്കുകയോ ചെയ്തു. ഭഗവതിമാരുടെ സഞ്ചാരവും തുടർന്ന് കാവുകളിൽ കുടിയിരിക്കുന്നതുവരെയുള്ള കഥകൾ ഭക്തജനം അറിഞ്ഞിരുന്നത് തോറ്റംപാട്ടിലൂടെയായിരുന്നു. ദേശാടന കാലയളവിൽ വിശ്രമത്തിനായി വെയിലെത്തിരുന്ന ദേവിക്ക് 16 കമ്പുള്ള വെള്ളാട്ടുവെൺകുട പണിതീർത്തത് പാക്കനാരാണ്. കുട ചൂടിക്കൊടുത്തതിന്റെ പ്രതീകമായാണ് കുരുത്തോല കൊണ്ടലങ്കരിച്ച ഓലക്കുടയുമായി കീഴേക്കാവിലെ വേല കൊട്ടിക്കയറാറുള്ളത്. മിക്ക കാവുകളിലും ഭഗവതിമാർ ഓലക്കുടയ്ക്ക് മുകളിലോ കീഴെയോ വന്നുവെന്ന ഐതിഹ്യമാണുള്ളത്. ദേവി ഏത് ദേശത്തിരുന്നാലും ഓലക്കുട കെട്ടി ചൂടിക്കുവാനും തോറ്റം പാടാനുമുള്ള അവകാശവും പാക്കനാർക്കു മാത്രമാണ്. കൂട്ടുമൂച്ചിക്കലിൽ വയലിൽ വെയിലത്തിരുന്ന ദേവിക്ക് ദാഹശമനത്തിനായി അതുവഴി വന്ന ചെത്തുകാരൻ കള്ള് നൽകിയതുമായ കഥകളും പറയപ്പെടുന്നുണ്ട്. പ്രതിഷ്ഠയ്ക്കു ശേഷം മധുവേലയായി ഉത്സവം ആഘോഷിച്ചിരുന്നു. പിന്നീടത് ആനപൂരത്തിന് വഴിമാറിക്കൊടുക്കുകയായിരുന്നു. കീഴേക്കാവ് വേലയിൽ ദേവീ സാന്നിധ്യം ദേശത്തിലെ ഭവനങ്ങളിലെത്തിച്ച് നാടൻ കലാരൂപങ്ങളുമായാണ് ക്ഷേത്രങ്ങളിൽ വേല കയറുന്നത്. അതിനുശേഷം 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടുനിൽക്കുന്ന തോറ്റംപാട്ടിനു ശേഷം വെള്ളാട്ടു വെൺകുട ഭഗവതിക്ക് സമർപ്പിച്ചാണ് ചടങ്ങ് അവസാനിക്കുന്നത്. പുതുതലമുറ തോറ്റം പഠിക്കാൻ തയ്യാറാകാത്തത് ഒരു ദേശത്തിൻ്റെയും അതിൻ്റെ സംരക്ഷകയുമായ ഭഗവതിയുടെയും കഥ മൺമറഞ്ഞു പോകുമോ എന്ന ഭയമാണ് നിലവിലുള്ള തലമുറയുടേത്. വാമൊഴിയായി പകർന്നുകൊടുത്തുപോരുന്ന തോറ്റംപാട്ട് പുതുതലമുറയ്ക്ക് അന്യമാകുമ്പോൾ ഒരു ദേശത്തിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ അറിവും ഒരു ദേവീയ യാത്രയുടെ കഥയും കൂടിയാണ് നഷ്ടമാകുന്നത്. ചാവക്കാട് നടന്ന പന്തൽ വർക്കേഴ്സ് ഫെഡറേഷൻ വനിതാ വിംഗ് തൃശൂർ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഇ.പി. മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു. കെ.എച്ച്. കാസിം അധ്യക്ഷത വഹിച്ചു. സിന്ധു ഹരിദാസ് സ്വാഗതവും ബേബി പ്രകാശൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റ് സിന്ധു ഹരിദാസ്, സെക്രട്ടറി ബേബി പ്രകാശൻ, ട്രഷറർ രാജി സുരേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. പന്തൽ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, ESI എന്നിവ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ കോട്ടപ്പടി താനപ്പറമ്പിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. പൂജാരി താനപ്പറമ്പിൽ സത്യൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, വീരനാട്യം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. ചൊവ്വാഴ്ചയാണ് തൈപ്പൂയ രഥോത്സവം. രാവിലെ 10:30 മഹാഭിഷേകം, 2:30 രഥം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. 7:30 നടക്കുന്ന ആറാട്ട് എഴുന്നള്ളിപ്പോടെ രഥോത്സവ ചടങ്ങുകൾ സമാപിക്കും. പുന്നയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് 13ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. എടക്കഴിയൂർ അൻസാറുൽ ഇസ്ലാം മദ്രസയ്ക്ക് സമീപം നടന്ന ക്യാമ്പ് എം. കുഞ്ഞിമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന് T.K. ഉസ്മാൻ, VP മൊയ്തു ഹാജി, ആച്ചപ്പുള്ളി സലീം, നൂറു വട്ടംപറമ്പിൽ, ഷാഫി എടക്കഴിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. വെള്ളത്തിൽ മുങ്ങി അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സൗജന്യമായി നീന്തൽ പരിശീലനം സംഘടിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനത്തിന്റെ തുക വകയിരുത്തിയത്. 1.5 ഏക്കർ വിസ്തൃതിയുള്ള ഇന്ദ്രാച്ചിറയിലാണ് പരിശീലനം നടത്തിയത്. വടക്കഞ്ചേരി സ്വദേശിയായ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ 20 വിദ്യാർത്ഥികളാണ് 1 മാസത്തെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നത്.
നീന്തൽ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. നീന്തൽ പരിശീലനത്തിന്റെ സമാപനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ അഭ്യാസ പ്രകടനം നടത്താനായുള്ള പരിശീലനം കുറച്ചും കൂടി നേടിയതിന് ശേഷമാണ് അത്തരത്തിലുള്ള റിസ്ക് ഉള്ള പരിപാടിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഞാൻ പഠിച്ചു കഴിഞ്ഞു എനിക്ക് ധൈര്യം നീന്താം എന്നൊരു തോന്നലും മക്കളുണ്ടാവരുത്. ഇവിടെ വന്ന് വീണ്ടും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിശീലനം നടത്താനുള്ള സൗകര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഒരുക്കും. അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണത്തോടു കൂടി നീന്തൽ നടത്തി കൂടുതൽ മെച്ചപ്പെട്ട പരിശീലകരായി നിങ്ങൾ മാറണം. ഇന്ന് പഠനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ നീന്തൽ അറിയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മാർക്കുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബോണസ് മാർക്കൊക്കെ ലഭ്യമാകണമെങ്കിൽ എല്ലാവരും നീന്തൽ പഠിക്കുന്നവരായി മാറണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ, ജനപ്രതിനിധികളായ ശ്രീബിത ഷാജി, സൗമ്യ രതീഷ്, ഷാലി ചന്ദ്രശേഖർ, PM അബു, രാജീവ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഒരുമനയൂരിൽ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒരുമനയൂർ അമൃത സ്കൂൾ പരിസരം 164 ബൂത്ത് നിവാസികൾ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പൊതു ടാപ്പ് പുനഃസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്കും ഒരുമനയൂർ പഞ്ചായത്തിനും ഒപ്പുകൾ ശേഖരിച്ച് ഭീമ ഹർജി നൽകി. ഹിഷാം കപ്പൽ അധ്യക്ഷത വഹിച്ചു. ലീന സജീവൻ ഉദ്ഘാടനം ചെയ്തു. ജമാൽ പെരുമ്പാടി, പഞ്ചായത്ത് മെമ്പർ നസീർ, ബൂത്ത് കൺവീനർ കേശവൻ എന്നിവർ നേതൃത്വം നൽകി. SDPI ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ 2 മേഖലകളിലായി നടക്കുന്ന നേതൃത്വ ക്യാമ്പയിൻ ലീഡ് 1 ചാവക്കാട് മേഖലാതലത്തിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. വിവിധ സെഷനുകളിലായി ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ, ജില്ലാ സെക്രട്ടറി AM മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഷ്റഫ് വടക്കൂട്ട്, മനാഫ് കരുപടന്ന എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നിയോജക മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, ക്യാമ്പ് ഡയറക്ടർ, നിയോജക മണ്ഡലം സെക്രട്ടറി ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ കൗമാരം കരുതലോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. എരുമപ്പെട്ടി ഹെൽത്ത് സെന്റർ അഡോളസെന്റ് ഹെൽത്ത് കൗൺസിലർ റിൻഡു CM ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക K ഗിരിജ സ്വാഗതവും ടീൻസ് ക്ലബ് കൺവീനർ ശുഭ നന്ദിയും പറഞ്ഞു. ചരമം കാട്ടകമ്പൽ ചിറക്കൽ പെരുമ്പുള്ളി നഗർ പരേതനായ തറയിൽ സുബ്രഹ്മണ്യൻ ഭാര്യ തങ്കം നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുഭാഷിണി, സുധ എന്നിവർ മക്കളാണ്. ആളൂർ മാനഴി പരേതനായ കരുണാകരക്കുറുപ്പ് ഭാര്യ തങ്കമണി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. പുന്നൂർക്കുളം പരൂർ വാക്കത്തി റോഡിൽ താമസിക്കുന്ന പരേതനായ മുഹമ്മദ് മകൻ ഉമ്മർ നിര്യാതനായി 60 വയസ്സായിരുന്നു. ഖബറടക്കം തിങ്കളാഴ്ച പരൂർ ഞാലിൽ ജുമാ മസ്ജിദിൽ നടക്കും. കൂളിയാട്ട് താഹിറ ഭാര്യയും റാമിസ്, റിസ്വാന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ അണിനിരത്തി അധികാരം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPIM ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കം. തൃശൂരിലെ പരാജയത്തിൽ സ്വയം വിമർശനവുമായി CPIM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുശ്ശേരി ചൊവ്വല്ലൂർ വീട്ടിൽ കുര്യനാണ് മരിച്ചത്. അപകടം ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ചൂണ്ടൽ കുന്നത്തേക്കുള്ള റോഡിന് സമീപം ഞായറാഴ്ച രാവിലെ 7 മണിയോടെ. കുന്നംകുളത്ത് നടന്നു വന്നിരുന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിഥേയരായ തൃശൂരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി. ദേശീയ മത്സരം ഏപ്രിൽ 7 മുതൽ പോണ്ടിച്ചേരിയിൽ. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ഗജസംഗമത്തിൽ ആവേശമുഖരിതമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 50ഓളം ഗജവീരന്മാർ അണിനിരന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.